ഹവാല ഇടപാടിൽ മുഹമ്മദ് റിയാസിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലും അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇത് എന്തിനു വേണ്ടിയെന്ന് അന്വേഷണം നടത്തും. ഫെമ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുണ്ട്. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്ത ആഴ്ച തുടങ്ങും. വീണ ടിയെ വീണ്ടും വിളിപ്പിക്കും. മാസപ്പടി കേസിൽ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടത്. വീണ ടിയുടെ ഡയറിയിലെ കൈയെഴുത്തു പ്രതികളിൽ നിന്ന് ദുബായിലേക്ക് 85 ലക്ഷത്തിന്റെ ഹവാല ഇടപാട് നടന്നെന്നാണ് സൂചന കിട്ടിയതെന്നും 20 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നുമാണ് ഇഡി കണ്ടെത്തൽ. വരുമാനത്തിൽ അധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡ് ഇന്റർനെറ്റ് റൂട്ടറിന് വേണ്ടി ഉപയോഗിച്ചെന്നുമാണ് ഇഡി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. കോഴിക്കോട് വാച്ച് മോഷ്ടിച്ചെന്ന് ആരോപിച്ച് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴക്കോത്ത് 12 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് നേരെ ബന്ധുക്കളുടെ ക്രൂരപീഡനം. കൈകാലുകൾ ബന്ധിച്ച് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തും മുഖത്തും മുറിവുകളും മുളകുപൊടി വിതറുകയും നഖത്തിന്റെ അടിയിൽ ടൂത്ത് പിക്ക് അടിച്ചു കയറ്റുകയും ചെയ്തു. ഇതെല്ലാം കുട്ടിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടാണ് ചെയ്തത്. ഒടുവിൽ മുറിയിൽ നിന്ന് രാത്രി സാഹസികമായി പുറത്തു കടന്ന് റോഡിലെത്തിയ കുട്ടിയെ വഴിയാത്രക്കാരൻ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. കുട്ടി ബന്ധുവിന്റെ വാച്ച് മോഷ്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു പീഡനം. കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി ബന്ധു വീട്ടിലെ മുറിയിൽ അടച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു. കെട്ടയഞ്ഞപ്പോൾ കുട്ടി അതഴിച്ച് ടെറസിലെത്തി കവുങ്ങിൽ കൂടെ താഴേക്ക് ഊർന്നിറങ്ങിയ റോഡിലെത്തുകയായിരുന്നു. ഇതിനിടെ കാണാതെ പോയ വാച്ച് പിന്നീട് വീടിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തി. കുട്ടിയെ പീഡിപ്പിച്ച പിതൃ സഹോദരൻ, ഇയാളുടെ ഭാര്യ, മകൻ എന്നിവരുടെ പേരിൽ കൊടുവള്ളി പോലീസ് കേസെടുത്തു. മർദ്ദിച്ചതിനും ആയുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ചതിനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടപടി. മറ്റ് ബന്ധുക്കളുടെ വീടുകൾ അടുത്തടുത്തുള്ളതിനാൽ കുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിയാണ് വീട്ടുകാർ അന്വേഷിക്കാതിരുന്നത്. പിതാവിന് രണ്ടാനമ്മയ്ക്കും ഒപ്പമാണ് കുട്ടി താമസിക്കുന്നത്. കുട്ടിയെ പോലീസ് ചൈൽഡ് വെൽഫെയർ സെന്ററിലേക്ക് മാറ്റി. കരുവാറ്റ സ്വദേശിയായ വയോധികൻ ശിവൻകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ്. ശിവൻകുട്ടിയുടെ ബന്ധുവായ 13-കാരി ഒഴികെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പ്രതികളെയും മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ റിപ്പോർട്ട് നൽകും. പ്രതികൾ 18 വയസ്സിന് താഴെയുള്ളവരായതിനാൽ സാധാരണഗതിയിൽ ബാലനീതി നിയമപ്രകാരമാണ് നടപടികൾ ഉണ്ടാകേണ്ടതെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഗൗരവവും കാഠിന്യവും കണക്കിലെടുത്ത് ഒരു തരത്തിലുള്ള ഇളവ് നൽകരുതെന്നാണ് പോലീസിന്റെ തീരുമാനം. കൊല്ലത്ത് നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കരുവാറ്റയിലെത്തിയാണ് പ്രതികൾ ഈ ദാരുണമായ കൊലപാതകം നടത്തിയത്. വീടിന്റെ ഷീറ്റ് പൊളിച്ച് അകത്ത് കയറിയ പ്രതികൾ വയോധികനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കത്തി ഉപയോഗിച്ച് ദേഹമാസകലം മുറിവേൽപ്പിച്ച ശേഷം ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കൈകാലുകൾ കെട്ടിയിടുകയും കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു. പെൺകുട്ടിയാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്നാണ് പോലീസ് വെളിപ്പെടുത്തൽ. വീട്ടിൽ മറ്റാരുമില്ലെന്ന വിവരവും സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന കൃത്യമായ നിർദ്ദേശങ്ങളും ഈ പെൺകുട്ടിയാണ് മറ്റ് പ്രതികൾക്ക് നൽകിയത്. CPI നേതാവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 20 കോടിയുടെ ഹവാല ഇടപാട് ഇഡി കണ്ടെത്തി. കോഴിക്കോട് 9 കേന്ദ്രങ്ങളാണ് ചൊവ്വാഴ്ച ഇഡി റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ ഹവാല ഇടപാടുകളിലൂടെ പണം കൈമാറിയതിന് തെളിവ് കിട്ടിയതായി ഇഡി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഏതാനും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പിണറായി വിജയന്റെ മകൾ വീണ 85 ലക്ഷം രൂപയുടെ ഹവാല ഇടപാടുകൾ നടത്തിയതായി ഇഡിയുടെ കണ്ടെത്തൽ. ദിർഹത്തിലും രൂപയിലുമാണ് ഇടപാട്. 3.49 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് രേഖയിലുള്ളത്. ടിവിയിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ഒരു സിം കാർഡിന്റെ വിചിത്രവുമുണ്ട്. മറ്റൊരു വ്യക്തിയുടെ പേരിലെടുത്ത ഈ സിം വൈഫൈ റൂട്ടിനായാണ് ഉപയോഗിച്ചിരുന്നത്. ഈ സിം ഇന്റർനെറ്റ് കോളുകൾക്കായാണ് ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്നുവെന്നും ഇഡി. ശബരിമല വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി നടന്ന നാമജപ പ്രക്ഷോഭങ്ങളും പ്രതിഷേധ പരിപാടികളും പങ്കെടുത്ത നിരപരാധികളായ അയ്യപ്പ ഭക്തർക്കെതിരെ ഇടത് സർക്കാർ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ശിവസേന സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാമജപ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കുക, വിശ്വാസികൾക്ക് നീതി നടപ്പിലാക്കുക, കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ശിവസേനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നാമജപ യജ്ഞവും ധർണയും സംഘടിപ്പിച്ചത്. പാളയം ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് പ്രതിഷേധ നാമജപയാത്ര ആരംഭിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന നാമജപ യജ്ഞവും ധർണയും ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ മഠം അധ്യക്ഷൻ ശ്രീ ശക്തി ശാന്തനന്ദ മഹർഷി ഉദ്ഘാടനം ചെയ്തു. ജന്തർ മന്ദർ കോക്രോച്ച് സമരത്തിൽ പങ്കെടുത്തവരിൽ UAPA പ്രകാരം ശിക്ഷിക്കപ്പെട്ട നക്സൽ ഭീകരൻ അരുൺ ഫേൽക്കെയും പാർലമെന്റ് ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ പുറത്തായതോടെയാണ് നിരോധിത സംഘടന CPIയുമായി ബന്ധപ്പെട്ട കേസിൽ 8 വർഷത്തെ തടവിന് ശിക്ഷിച്ച അരുൺ ഫേൽക്കെയും ജന്തർ മന്ദറിലെത്തിയെന്ന് സ്ഥിരീകരിച്ചത്. ജനസാഗരം 3-4 കോടിയാകുമെന്നും നിങ്ങളുടെ പുതിയ പാർലമെന്റിനെ പിഴുതെറിയുമെന്നും ജന്തർ മന്ദറിൽ അരുൺ ഫേൽക്കെ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തുവന്നത്. 2008 ചന്ദ്രപൂരിൽ നിന്ന് ആയുധങ്ങളും
വെടിയുണ്ടകളുമായാണ് അരുൺ ഫെൽക്കെയും സംഘവും അറസ്റ്റിലായത്. ജാമ്യത്തിലിറങ്ങി പൂനെയിൽ ഒളിവിൽ താമസിച്ചു. ഗഡ്ജിരോളി വനമേഖലയിൽ നക്സൽ പരിശീലനത്തിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത അയാൾ പൂനെയിലെ ചേരി പ്രദേശങ്ങളിലെ യുവാക്കളെ മാവോയിസ്റ്റ് നക്സൽ സംഘങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ശ്രമിച്ചിരുന്നു. തുടർന്ന് 2014 അരുൺ ഫെൽക്കെയും ഭാര്യ കാഞ്ചൻ നനാവരെയും മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്തു. തുടർന്നാണ് 8 വർഷം ശിക്ഷിക്കപ്പെട്ടത്. കോക്രോച്ച് സമരത്തിലേക്ക് രാജ്യവിരുദ്ധ ശക്തികളുടെ സഹായവും ഉണ്ടെന്ന് തുടക്കം മുതൽ സംശയിച്ചിരുന്നു. തുടർന്നാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയത്. തുടർച്ചയായ ഒരു കേസിൽ ഹാജരാകാത്തതിനെ തുടർന്ന് തൃണമൂൽ MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് കൃഷ്ണനഗർ ജില്ലാ കോടതി. പലതവണ സമൻസ് നൽകിയിട്ടും കേസിൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാത്തതാണ് ജഡ്ജിയെ പ്രകോപിപ്പിച്ചത്. ഒരു വിദേശ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസാണ് കോടതി പരിഗണിച്ചത്. ഓഗസ്റ്റ് 19 ഹാജരാകാൻ കോടതി അന്ത്യശാസനം നൽകിയിട്ടും മഹുവ മൊയ്ത്ര അതിനെ അവഗണിച്ചിരുന്നു. ഇതോടെ ഉടൻ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഇനി ഓഗസ്റ്റ് 28 കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റുകളും ഷെൽ കമ്പനികളും വിദേശത്തേക്ക് വൻതോതിൽ പണം കടത്തുന്നുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തൽ. പണം എത്തിയത് വിദേശത്ത് ചില പ്രത്യേക ശൃംഖലകളുടെ സ്ഥാപനങ്ങളിലേക്ക് മാത്രം. പിന്നിൽ രാജ്യത്താകെയുള്ള വൻ ശൃംഖല. രഹസ്യ വിവരത്തെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിലെ 117 സ്ഥാപനങ്ങൾ ഉൾപ്പെടെ രാജ്യവ്യാപകമായി 394 സ്ഥാപനങ്ങളിലും 36 അക്കൗണ്ട് സ്ഥാപനങ്ങളിലെയും പരിശോധനയിലാണ് വിദേശത്തേക്കുള്ള പണം കടത്തൽ കണ്ടെത്തിയത്. 3 വർഷത്തിനിടെ ചില ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വ്യാജ സംഭാവനകളുടെ മറവിൽ കണക്കിൽപ്പെടാത്ത വൻ തുകകൾ കടത്തിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ചില ഷെൽ കമ്പനികളും അവയ്ക്ക് പിന്നിലുള്ളവരും അനധികൃതമായി വിദേശത്തേക്ക് പണം കടത്തി. ചരക്കുകൂലി, സോഫ്റ്റ്വെയർ ഇറക്കുമതി, കൺസൾട്ടിംഗ് സേവനങ്ങൾ എന്നിങ്ങനെ ആവശ്യങ്ങൾ കാണിച്ചാണ് പണം കടത്തിയത്. ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ഷെൽ കമ്പനികളുടെ വരുമാനവും വിറ്റുവരവും വിദേശത്തെ ഇടപാടുകളും തമ്മിൽ വലിയ അന്തരമുള്ളതായും കണ്ടെത്തി. ഇത്തരം ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പലതും വ്യാജവിലാസങ്ങളാണെന്നും വ്യക്തമായി. സിൻകി ഫീൽഡ് എന്ന വിഖ്യാത ചെസ് ടൂർണമെന്റിൽ ഒരു റൗണ്ട് ബാക്കി നിൽക്കെ 1ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ 8ാം റൗണ്ടിൽ ഫ്രഞ്ച് താരം മാക്സിം വാജിർ ലെഗ്രാവിനെ കറുത്ത കരുക്കൾ ഉപയോഗിച്ച് കളിച്ച് പ്രജ്ഞാനന്ദ കീഴടക്കി. ഇതോടെ അമേരിക്കൻ താരം വെസ്ലി സോയ്ക്കൊപ്പം പ്രജ്ഞാനന്ദയും 5 പോയിന്റോടെ 1ാം സ്ഥാനത്ത്. ഇതുവരെയുള്ള മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വിഖ്യാതമായ ഗ്രാൻഡ് ചെസ് ടൂർണമെന്റ് ഫൈനലിലേക്ക് പ്രജ്ഞാനന്ദ തിരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാനിൽ പ്രശസ്ത ടിക്ടോക്ക് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷംഷോസ് ബീബി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 14 ടക്സില നഗരത്തിൽ വെച്ചാണ് ദാരുണമായ സംഭവം നടന്നത്. 1 മില്യണിലധികം ഫോളോവേഴ്സുള്ള ഷംഷോ കൗമാരക്കാരായ സഹോദരങ്ങൾക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ മോട്ടോർ സൈക്കിളെത്തി 2 പേർ തടഞ്ഞു നിർത്തി വെടിയുതിർക്കുകയായിരുന്നു. ഈ വർഷം മാത്രം പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന 5ാമത്തെ വനിതാ ടിക്ടോക്ക് താരമാണ് ഷംഷോ ബീബി. ബീബിയുടെ പിതാവ് ഫസൽ സാഹിബാസ് നൽകിയ പരാതി പ്രകാരം കാഷിഫ് എന്ന ഒരാളിൽ നിന്ന് ബീബിക്ക് ഫോൺ കോൾ വരികയും ടാക്സിയിൽ വീടിന് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ബീബി തന്റെ സഹോദരിക്കും സഹോദരനൊപ്പം കാറിൽ പുറപ്പെട്ടു. അവർ ഒരു മാർക്കറ്റിന് സമീപം എത്തിയപ്പോൾ ബൈക്കിലെത്തി 2 പേർ വാഹനം തടഞ്ഞു നിർത്തി വെടിയുതിർക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്ക സംഘർഷം തുടർന്നാൽ യൂറോപ്പിലെ US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഇറാൻ സർക്കാരുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് ആണ് വിവരം പുറത്തുവിട്ടത്. തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ പ്രതിരോധത്തിൽ നിന്ന് ആക്രമണ ശൈലിയിലേക്ക് മാറ്റാൻ ഇറാൻ തീരുമാനിച്ചതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമതാവളവും തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ബൾഗേറിയയിലുള്ള ബസ്മർ എയർബേസുമാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിൽ ഈ വർഷം മാർച്ചിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും സൈനിക പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകിയതിനാലാണ് ബൾഗേറിയയും ഇറാന്റെ പ്രതികാര പട്ടികയിൽ ഇടം പിടിച്ചത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും സമാധാന ചർച്ചകൾ വഴിമുട്ടിയതുമാണ് നിലവിലെ പ്രകോപനത്തിന് കാരണമെന്നാണ് സൂചന. ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ പുതിയ ഭൂപ്രദേശമാണെന്ന് അവകാശപ്പെട്ട് ട്രംപ് മാപ്പ് പങ്കുവച്ചത് ഇറാനെ ചൊടിപ്പിച്ചിരുന്നു. ഇതിനു പുറമെ UN അംഗീകരിച്ച ഒമാൻ റൂട്ടിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നതിനാൽ ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ സ്വാധീനം കുറഞ്ഞു വരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട്.